സ്വർണ്ണവില കുത്തനെ കുറഞ്ഞേക്കും, പക്ഷേ അത് സംഭവിക്കണം. ഓപ്പറേഷൻ സിന്ദൂർ പണി തരുമോ? സ്വർണം വാങ്ങണോ? അറിയാം. ഏപ്രിൽ 22-ന് 10 ഗ്രാം സ്വർണ്ണത്തിന് 1,1530 എന്ന റെക്കോർഡ് വിലയിലായിരുന്നു വ്യാപാരം നടന്നത്. എന്നാൽ മെയ് 3 ആയപ്പോഴേക്കും വില കുത്തനെ ഇടിഞ്ഞ് 96,530-ലെത്തി. അതായത് വെറും 10 ദിവസം കൊണ്ട് 5,000 രൂപയുടെ ഇടിവ്. ഏകദേശം 10% ഇടിവ് രേഖപ്പെടുത്തിയ സ്വർണ്ണവില പക്ഷേ ഇന്ന് വീണ്ടും കുതിച്ചു. 97,000 രൂപയാണ് 10 ഗ്രാമിന് ഇന്നത്തെ വില. പ്രതിസന്ധി ഘട്ടങ്ങളിലെല്ലാം സ്വർണ്ണവില കുതിച്ചിട്ടുണ്ട്. നേരത്തെ US-ചൈന വ്യാപാരയുദ്ധം കടുത്തപ്പോൾ സ്വർണ്ണവില റെക്കോർഡുകൾ ഭേദിച്ചിരുന്നു. സമാന രീതിയിൽ ഇന്ത്യ-പാകിസ്ഥാൻ യുദ്ധഭീതിയുടെ പശ്ചാത്തലത്തിൽ രാജ്യത്ത് സ്വർണ്ണവില ഉയരുമോ എന്നാണ് ഉറ്റുനോക്കപ്പെടുന്നത്. സാധാരണ നിലയിൽ യുദ്ധസമാന സാഹചര്യം ഉരുത്തിരിയുമ്പോൾ വില ഉയരാറുണ്ടെങ്കിലും പാകിസ്ഥാനെതിരെ ഇന്ത്യ നടത്തിയ തിരിച്ചടി സ്വർണ്ണവിലയെ കാര്യമായി സ്വാധീനിച്ചിട്ടില്ല. അത് മറ്റൊന്നും കൊണ്ടല്ല, ചൈന, മിഡിൽ ഈസ്റ്റ്, US എന്നിവിടങ്ങളിലെ സംഭവവികാസങ്ങളാണ് സ്വർണ്ണവിലയെ പ്രധാനമായും സ്വാധീനിക്കുന്നത്. അതേസമയം യുദ്ധഭീതിയുടെ പശ്ചാത്തലത്തിൽ രൂപയുടെ മൂല്യം ഇടിഞ്ഞിട്ടുണ്ട്. പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ സമാധാന ചർച്ചകളിൽ ഏർപ്പെട്ടാൽ തീർച്ചയായും രൂപ തിരിച്ചുകയറും. രൂപ ശക്തിപ്പെടുന്നത് ഇന്ത്യയിൽ സ്വർണ്ണവില കുറയാൻ കാരണമാകുമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. അങ്ങനെ വരുമ്പോൾ അന്താരാഷ്ട്ര വിപണിയെ അപേക്ഷിച്ച് രാജ്യത്ത് സ്വർണ്ണവില കുത്തനെ കുറഞ്ഞേക്കും. നിലവിൽ പാക്-ഇന്ത്യ സംഘർഷം രൂക്ഷമായ അവസ്ഥയിലാണ്. ഇന്ത്യ നൽകിയ തിരിച്ചടിക്ക് പാകിസ്ഥാന്റെ പ്രതികരണം എന്താകുമെന്ന് ഉറ്റുനോക്കപ്പെടുന്നുണ്ട്. ഈ ഘട്ടത്തിൽ സ്വർണ്ണവിലയിൽ രാജ്യത്ത് കാര്യമായ മാറ്റങ്ങൾ സംഭവിക്കില്ലെന്ന് പറയുകയാണ് കൊടക് സെക്യൂരിറ്റീസിലെ AVP കമ്മോഡിറ്റി റിസർച്ച് കെയ്നാഥ് ചെയിൻവാല. എന്നാൽ സംഘർഷം ശമിച്ചാൽ രൂപ കൂടുതൽ ശക്തമാകുമെന്നും ഇത് ആഗോള സ്വർണ്ണവിലയേക്കാൾ രാജ്യത്തെ വില കുറയാൻ കാരണമാകുമെന്നും അവർ ചൂണ്ടിക്കാട്ടി. അതേസമയം അന്താരാഷ്ട്ര വിപണിയിൽ സ്വർണ്ണവിലയിൽ വലിയ ഇടിവിനുള്ള സാധ്യത പ്രവചിക്കപ്പെടുന്നുണ്ട്. വ്യാപാര യുദ്ധം അവസാനിപ്പിക്കാനുള്ള US-ന്റെ നീക്കവും ചൈന-US ചർച്ചകളും അനുകൂല ഘടകങ്ങളാകും. ഇത് സ്വർണ്ണവിലയിൽ കുറവ് വരുത്തുമെന്നും കെയ്നാഥ് ചെയിൻവാല ചൂണ്ടിക്കാട്ടി. US ഫെഡ് പലിശ നിരക്ക് കുറക്കുമോ? US ഫെഡ് ഇന്ന് ചേരുന്ന യോഗത്തിൽ പലിശ നിരക്ക് കുറക്കുമോ എന്നാണ് ഉറ്റുനോക്കപ്പെടുന്നത്. പലിശ കുറക്കാൻ ട്രംപ് ഭരണകൂടം സമ്മർദ്ദം ചെലുത്തുന്നുണ്ടെങ്കിലും കാത്തിരുന്ന് കാണാം എന്നതാണ് US ഫെഡ് നിലപാട്. US തൊഴിൽ ഡാറ്റയും പലിശ നിരക്ക് കുറക്കാനുള്ള സാധ്യതകൾ തള്ളികളയുന്നുണ്ട്. ഒരുപക്ഷേ ജൂൺ മുതൽ ജൂലൈ വരെയുള്ള കാലയളവിലായിരിക്കാം US ഫെഡ് പലിശ കുറച്ചേക്കുകയെന്നും ചെയിൻവാല പറഞ്ഞു. ഫെഡ് ചെയർ ജെറോം പവലിന്റെ അഭിപ്രായങ്ങളും വിപണികൾ ശ്രദ്ധാപൂർവ്വം ശ്രദ്ധിക്കും. അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങൾ കൂടുതൽ കടുത്തതല്ലെങ്കിൽ അത് സ്വർണ്ണവിലയെ പിന്തുണച്ചേക്കും, ചെയിൻവാല കൂട്ടിച്ചേർത്തു. സ്വർണം വാങ്ങണോ? ഭൗമരാഷ്ട്രീയ പ്രതിസന്ധികൾ സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ സ്വർണ്ണത്തിന്റെ ഡിമാൻഡ് ഉയർത്താറുണ്ട്. സ്വാഭാവികമായും ഇത് സ്വർണ്ണവിലയെ സ്വാധീനിക്കും. പഹൽഗാം ആക്രമണത്തിന് തിരിച്ചടിയായി ഇന്ത്യ പാകിസ്ഥാനെതിരെ നടത്തിയ ആക്രമണം തീർച്ചയായും വിപണിയിൽ ആശങ്കകൾ സൃഷ്ടിച്ചിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ അപകടസാധ്യതയുള്ള നിക്ഷേപങ്ങൾ ഒഴിവാക്കി സ്വർണ്ണത്തെ കൂടുതൽ ആശ്രയിക്കാൻ അത് നിക്ഷേപകരെ പ്രേരിപ്പിക്കുകയും ചെയ്യും. തീർച്ചയായും ഇത് കുറഞ്ഞ കാലത്തേക്കെങ്കിൽ സ്വർണ്ണവിലയിൽ വർധനവിന് കാരണമാകുമെന്ന് ബാങ്ക് ബസാർ CEO ആദിൽ ഷെട്ടി പറഞ്ഞു. അതേസമയം ആഭ്യന്തര സ്വർണ്ണവില ഡോളറിനെതിരെ രൂപയുടെ മൂല്യം ശക്തിപ്പെടുന്നതും ഇറക്കുമതി തീരുവയെയും ആശ്രയിച്ചിരിക്കും. രൂപയുടെ മൂല്യം കുറയുന്നത് ഇറക്കുമതി ചെയ്യുന്ന സ്വർണ്ണത്തിന്റെ വില വർദ്ധിപ്പിക്കും. അതേസമയം പ്രതിസന്ധി നീണ്ടുപോയില്ലെങ്കിൽ ഏറെ നാളത്തേക്ക് വില വർധനവ് ഉണ്ടായേക്കില്ലെന്ന് ആദിൽ ഷെട്ടി ചൂണ്ടിക്കാട്ടി. എന്തായാലും പരിഭ്രാന്തരായി സ്വർണം വാങ്ങിക്കൂട്ടേണ്ട കാര്യമില്ലെന്നും നിങ്ങളുടെ സ്വർണ്ണ നിക്ഷേപം 5 മുതൽ 10 വരെ % പരിമിതപ്പെടുത്തും